Pani Puri, Bel Puri, Masal Puri. ഇത് കഴിക്കേണ്ട ഒരു ശാസ്ത്രീയ വശമാണ് ഞാൻ കാണിച്ചത്. ആദ്യം ഇതാ ഇങ്ങനൊരു പൂരി എടുക്കുക, എന്നിട്ട് നൈസായിട്ട് അതിൻ്റെ സൈഡിലൊന്ന് പൊട്ടിക്കുക. കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് അതിൻ്റെ മീതേക്ക് വെക്കുക. അതാ ഇങ്ങനെ നമുക്ക് കുറച്ച് സവോളയും കുറച്ച് മല്ലിയിലയും കൂടെ അതിൻ്റെ മീതേക്ക് വെക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു പാനി ഉണ്ടോ, ഈ പാനി പയ്യതെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിക്കുക. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഹരി. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മറ്റൊരു നോർത്ത് ഇന്ത്യൻ അടിപൊളി ഡിഷായിട്ടാണ്. അതായത് നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് ഫുഡാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പാനിപൂരിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ പാനിപൂരിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു അടിപൊളി ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാം. വിൻസോ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷനിൽ 40-ലേറെ ഗെയിംസ് നമുക്ക് കളിക്കാം. അതായത് നമ്മൾ എപ്പോഴും കളിക്കുന്ന ഫ്രീ ഫയർ, COD മൊബൈൽ, ചെസ്സ്, ലൂഡോ, ക്യാരംസ്, ക്രിക്കറ്റ്, അങ്ങനെ ഒത്തിരിയേറെ ഗെയിംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരു ഫ്രണ്ടിനെ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ 40 രൂപയാണ് അവർ ബോണസ് തരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഫാൻറ്റസി സ്പോർട്സ് സീസണിൽ നമുക്ക് ഡെയിലി 20,000 രൂപ വരെ ക്യാഷ് പ്രൈസ് വിൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രൈസ് കളിച്ച് ജയിച്ചാൽ വെറും 3 രൂപ വരെ നമുക്ക് ബാങ്കിലോട്ടോ UPIയിലോട്ടോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വിൻസോ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ കയറി ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ 50 രൂപ സൈൻ ഇൻ ബോണസ് ആയിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ക്രിക്കറ്റ് ഫാൻറ്റസി ഗെയിമിലേക്ക് ഒരു ടിക്കറ്റ് കൂടെ അവർ തരുന്നതാണ്. അപ്പോൾ നമുക്കിനി പാനിപൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കേണ്ട പാനിപൂരിയുടെ പൂരിയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ടൈല് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് അതിൽ കുറവായിട്ടോ മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൈ വെച്ച് ഒന്ന് കുഴയ്ക്കുക. അതിനുശേഷം നടുക്കൊരു ചെറിയൊരു വട്ടം ഉണ്ടാക്കി കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ വെച്ച് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇച്ചിരി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആവശ്യമായ ചൂടുവെള്ളം കുറച്ച് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു അത്യാവശ്യം നല്ലൊരു ഈ ഒരു കൺസിസ്റ്റൻസി വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ബോൾ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ചെറിയ വെള്ള തുണി, നനഞ്ഞ തുണി എടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഏകദേശം ഒരു 25-30 മിനിറ്റോളം നമുക്ക് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് പാനി പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു മിക്സർ ജാറിലേക്ക് ഞാനിവിടെ പുതിനയില എടുക്കുന്നുണ്ട്. ഒരു വലിയ പിടി പുതിനയില എടുക്കുക. പിന്നെ മല്ലിയിലയും കൂടെ കുറച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു മിക്സർ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 വലിയ പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഒരെണ്ണം എടുത്താൽ മതി, ഞാനിവിടെ 2 എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. നാരങ്ങ ഒഴിക്കുമ്പോൾ കുരു വരാൻ പാടില്ല. നമ്മളിവിടെ കുരു വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുരു എടുത്ത് കളഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പേസ്റ്റ് കണക്ക് പരുവത്തിൽ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് ഒരു പേസ്റ്റ് പോലത്തെ പരുവത്തിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഒരു വലിയ ബൗളിലേക്ക് നമ്മൾ നേരത്തെ മിക്സറിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് പോലത്തെ മിൻറ്റ് ലീവ്സും പുതിനയൊക്കെ വെച്ചിട്ടുള്ളത് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഡ്രൈ ജിഞ്ചർ പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുരുമുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ. പിന്നെ ഇടുന്നത് ചാറ്റ് മസാല 1 ടേബിൾ സ്പൂൺ. അതിനുശേഷം നമുക്ക് എടുക്കേണ്ടത് വാളംപുളി ഉണ്ടല്ലോ, വാളംപുളിയുടെ ആ ഒരു വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു 1/4 കപ്പോളം നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു തവി വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് കറക്റ്റ് ഒരു 2 കപ്പോളം വാട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം. വാട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതായത് ആ ഒരു ചാറ്റ് മസാലയും ജിഞ്ചർ പൗഡറും ഉപ്പൊക്കെ നന്നായിട്ട് ഇളകി വരുന്നവരെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ പാനി റെഡിയായി. ഇനി നമുക്ക് വേറൊരു പ്രിപ്പറേഷൻ ഉണ്ട്. അതിനായിട്ട് വേറൊരു ബൗൾ എടുത്തതിന് ശേഷം ഞാനിവിടെ 3 ഇടത്തരം ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, അതായത് വേവിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു അരമുറി സവോളയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ കൈ വെച്ചിട്ട് ഉരുളക്കിഴങ്ങും സവോളയൊക്കെ നന്നായിട്ടൊന്ന് ഉടയ്ക്കാം. നന്നായിട്ട് നമുക്ക് ആ ഒരു കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏറെക്കുറെ ഇവിടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, വറ്റൽമുളക് പൊടിച്ച പൊടിയാണ്. അതിനുശേഷം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ വരുന്നത് ജീരക പൗഡറാണ്, ജീരക പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട്. കൈ ഉപയോഗിച്ചിട്ട് ഈ ഒരു സ്റ്റേജിൽ മിക്സ് ചെയ്യാതിരിക്കുക, കാരണം കൈ പെട്ടെന്ന് എരിവ് കൊണ്ട് പൊള്ളി പോകും. അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ പാനിപൂരിയുടെ പൂരി നമുക്ക് എന്തായാലും നോക്കാം. അപ്പം ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് വെള്ള തുണിയൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാത്തതുകൊണ്ട് അത്യാവശ്യം സോഫ്റ്റ് ഒന്നും ആയിട്ടില്ല. നമുക്ക് കൈ വെച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മൈദയോ ചപ്പാത്തിയുടെ മാവോ ചപ്പാത്തിയുടെ ഒരു ഗോതമ്പ് മാവോ മിക്സ് ചെയ്യുന്ന പോലെയല്ല നമ്മൾ റവ മിക്സ് ചെയ്യുന്നത്. ഭയങ്കര പാടാണ്, ഇച്ചിരി വിയർക്കും നമ്മൾ ഈ ഒരു സ്റ്റേജിൽ.
ആ ഒരു ടൈലിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. കൈ വെച്ച് പരത്തിയതിന് ശേഷം നമുക്കൊരു ചപ്പാത്തി പലക വെച്ച് പരത്തി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ ആ ഒരു റവ നമുക്ക് നന്നായിട്ട് ആ ചപ്പാത്തി പലക വെച്ച് പരത്തി കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്ക് നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. നിങ്ങൾക്ക് മാക്സിമം എത്രത്തോളം പരത്താൻ പറ്റുമോ നമുക്ക് അത്രത്തോളം പരത്തി കൊടുക്കാം. അപ്പം ഞാനിവിടെ ഏകദേശം എൻ്റെ മാക്സിമം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം റൗണ്ട് ഷേപ്പിൽ. അതിനായിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു സ്റ്റീൽ പാത്രം യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസിൻ്റെ അറ്റം വെച്ചോ നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഹാർഡായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ മാക്സിമം പൂരി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു 5-6 പൂരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കണം നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് മാക്സിമം പരത്താൻ പറ്റുമോ അത്രയും പരത്തണം, ചെറുതായാലേ നമുക്ക് പൊങ്ങി വരത്തുള്ളൂ. ഇനി നമുക്ക് ഈ പൂരി എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു സോസ് പാനിൽ നമുക്ക് എണ്ണ ചൂടാക്കി വെക്കാം. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ആ ഒരു പൂരി ഇങ്ങനെ മറിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും പൊങ്ങി വരുന്നത് കാണാം. കണ്ടോ, അടിപൊളിയായിട്ട് നമ്മുടെ പൂരി പൊങ്ങി വന്നിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് ആ തീനകത്ത് നിന്ന് എടുത്ത് മാറ്റാം. അതുപോലെ തന്നെ ബാക്കിയുള്ള പൂരിയും കൂടെ നമുക്ക് പെട്ടെന്ന് വറുത്ത് കോരി മാറ്റാം. യെസ്, അങ്ങനെ നമ്മുടെ പാനിപ്പൂരി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ നിൽക്കാത്ത കാരണം ഞാൻ കുറേ സാധനങ്ങൾ പിടിച്ചോണ്ട് നിൽക്കേണ്ടി വരും നിന്ന് കഴിഞ്ഞാൽ. അതാണ് ഞാൻ ഇവിടെ കസേരയിട്ട് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇത് കഴിക്കാം. ഇത് കഴിക്കേണ്ടൊക്കെ ഒരു ശാസ്ത്രീയ വശമാണ് ഞാൻ കാണിച്ചത്. ആദ്യം ഇതാ ഇങ്ങനൊരു പൂരി എടുക്കുക, എന്നിട്ട് നൈസായിട്ട് അതിൻ്റെ സൈഡിലൊന്ന് പൊട്ടിക്കുക. കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് അതിൻ്റെ മീതേക്ക് വെക്കുക, അതാ ഇങ്ങനെ. അതിനുശേഷം നമുക്ക് കുറച്ച് സവോളയും കുറച്ച് മല്ലിയിലയും കൂടെ അതിൻ്റെ മീതേക്ക് വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു പാനി ഉണ്ടോ, ഈ പാനി പയ്യതെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിക്കുക, എന്നിട്ട് കഴിക്കുക. അടിപൊളി, തമാശ പറഞ്ഞല്ല, ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ പുറത്തുനിന്ന് പോയി പാനിപ്പൂരി കഴിക്കുന്ന പോലെ ഉണ്ട്. അത്രയ്ക്ക് അടിപൊളിയാണ് നമ്മുടെ ഇന്നത്തെ പാനിപ്പൂരി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പാനിപ്പൂരി ഉണ്ടാക്കിയപ്പോൾ വിചാരിച്ചത് ഭയങ്കര പാടാണ് ഉണ്ടാക്കാനെന്നാണ്. പക്ഷേ ഉണ്ടാക്കിയതിന് ശേഷം അല്ലേ മനസ്സിലായത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് അടിപൊളിയാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ എനിക്കിത് കണ്ടിട്ട് ഭയങ്കര കൊതി വന്നിട്ട് വയ്യ. ക്യാമറ ഓഫ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ളതും കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പാനിപ്പൂരിയുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.